Um, okay, so നമ്മളിന്ന് പറയാൻ പോകുന്നത് വേർഡ് ഫോർമേഷൻ ആൻഡ് കോമ്പൗണ്ട് വേർഡ്സിനെ കുറിച്ചാണ്. സോ വിൽ സ്റ്റാർട്ട്. വേർഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ന്യൂ വേർഡ്സ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് റൂട്ട് വേർഡ് ബൈ ആഡിങ് എ സില്ലബിൾ ഓർ അനദർ വേർഡ് എന്നാണ്. അതായത് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കാണ് ഒന്നെങ്കിൽ ഒരു റൂട്ട് വേർഡിന് പുതിയ സില്ലബിൾസോ അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അഡീഷൻ ഓഫ് ഒരു പുതിയ വേർഡ് ഫോർമേഷൻ യൂസിങ് ദ അഡീഷൻ ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ് ആണ്. അതിൽ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഈസ് എ വേർഡ് ദാറ്റ് ഈസ് ആഡഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റൂട്ട് വേർഡ് ടു ഫോം എ ന്യൂ വേർഡ്. അതായത് ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ വരുന്ന, അതായത് ഒരു റൂട്ട് വേർഡിന്റെ ബിഗിനിങ്ങിൽ വരുന്ന വേർഡാണ് പ്രിഫിക്സ് എന്ന് പറയാം. അങ്ങനെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സിലബിൾ ആഡ് ചെയ്തിട്ട് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുന്ന ഫോർമേഷനാണ് പ്രിഫിക്സ് കൊണ്ടുണ്ടാക്കുന്ന വേർഡ് ഫോർമേഷൻ. A prefix word does not have any meaning of its own, but when added to a root word, it modifies the meaning of the word. ഒരു പ്രിഫിക്സിന് അങ്ങനെ ഒറ്റയ്ക്കൊരു മീനിങ് ഒന്നുമില്ല, പക്ഷേ ഒരു റൂട്ട് വേർഡ് ആഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ ശേഷം വരുന്നതാണ്. ഒരു വേർഡ് റൂട്ട് വേർഡിന് ശേഷം വരുന്ന വേർഡിനാണ് സഫിക്സ് എന്ന് പറയാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബേസ് വേർഡ് ഉണ്ടാവും, ഒരു പ്രിഫിക്സ് ഉണ്ടാവും, ഒരു സഫിക്സ് ഉണ്ടാവും. ഇതിൽ ബേസ് വേർഡ് എന്ന് പറഞ്ഞതാണ് റൂട്ട് വേർഡ്. ഈ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെൽപ്പ് ആണെങ്കിൽ അതിന്റെ പ്രിഫിക്സ് ആണ് അൺഹെൽപ്പ്, അല്ലെങ്കിൽ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്ത് വരുമ്പോൾ അൺഹെൽപ്ഫുൾ അല്ലെങ്കിൽ റീപ്ലേസബിൾ എന്ന രീതിയിലേക്ക് മാറ്റാം. പ്രിഫിക്സിനെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഡിസഗ്രി, പ്രീഹീറ്റ്, ഔട്ട്സ്മാർട്ട്. ഡിസഗ്രി എന്ന് പറയുമ്പോൾ അഗ്രി ആണ് റൂട്ട് വേർഡ്. ഡിസ് എന്ന് പറയുന്നത് അതിന്റെ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു വേർഡ്. അല്ലെങ്കിൽ പ്രീഹീറ്റ്, ഔട്ട്സ്മാർട്ട്, അൺഹാപ്പി എല്ലാ വേർഡ്സിന്റെയും സൈഡിലെ വേർഡാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. മറ്റേ വേർഡ് പ്രിഫിക്സും. ഇതുപോലെ ഹാപ്പിന്റെ ഒരു പ്രിഫിക്സ് ആണ് ആഡ് ചെയ്തപ്പോൾ അൺഹാപ്പി ആയി. ഗ്രേഡിന്റെ ഒരു പ്രിഫിക്സ് അപ്പ് എന്ന പ്രിഫിക്സ് ആയിട്ടപ്പോൾ അപ്ഗ്രേഡ്. സബ്മറീൻ, ഓവർകം, ഡിസ്ഹോണസ്റ്റ്. ടെലിവിഷൻ ആണെങ്കിൽ ഈ വിഷൻ ആണ് റൂട്ട് വേർഡ്. ടെലി എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു വേർഡിന് ഒരു വേർഡ് പ്രിഫിക്സും സഫിക്സും പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ്. അതിൽ എൻ എം എന്ന് പറയുന്നത് ഒരു പോസ് അല്ലെങ്കിൽ എൻ എം ആഡ് ചെയ്യുമ്പോൾ അതൊരു പോസ് വേർഡ് ഒരു ഇതായി മാറുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻകോഡ്, എംബ്രേസ്, അതായത് കോഡിന്റെ ഒപ്പം എൻ ആഡ് ചെയ്തപ്പോൾ അതൊരു ഒരു വെർബലായിട്ട് രീതിയിൽ എൻകോഡ് എന്നായി മാറി. അതേപോലെ എംബ്രേസ്, നമ്മൾ ഹഗ് ചെയ്യുക. പിന്നെ അൺ എന്ന് പറയുന്നത് എപ്പോഴും നോട്ടാണ്. ഒരു നെഗറ്റീവ് മീനിങ് ആണ് അൺ കൊടുക്കുക. അൺഫെയർ, അൺഹാപ്പി, അങ്ങനെയുള്ള എക്സാമ്പിൾസ്. ഡിസ് എന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്, നോട്ടാണ്. പക്ഷെ എല്ലാ വേർഡ്സിനും ഇപ്പൊ അണ്ണ് പോലെ ചില വേർഡ്സിന് അണ്ണാണ്, ചില വേർഡ്സിന് ഡിസ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് ഡിസഗ്രി, ഡിസ്ഹോണസ്റ്റ് എന്നൊക്കെ പോലെ. എന്ന് പറഞ്ഞാൽ ഇന്നൻ, ഇന്നുള്ളത് അതിലാണ് ഇൻലാൻഡ്, ലാൻഡിന്റെ ഒരു ഇതാണ് ഇൻലാൻഡ് പറയാം. ഇതേപോലെ ഇന്നീറ്റ് ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, കഴിവുകൾ, ഇതൊക്കെ. ഇതേപോലെ തന്നെ ഇൻ ഇയർ എന്നുള്ളത് നോട്ട് എന്ന അർത്ഥത്തിലും യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഇനാക്റ്റീവ്, ഇല്ലീഗൽ, ഇറസ്പോൺസിബിൾ. ഇതേപോലെ തന്നെ വേറെ കുറച്ച് പ്രിഫിക്സുകളാണ് മിസ്. മിസ് എന്ന വേർഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു വേർഡിനെ റോങ്ലി അല്ലെങ്കിൽ ഇന്നത്തെ ഫയർ എന്ന വേർഡിന്റെ നമ്മൾ മിസ് ആഡ് ചെയ്യുമ്പോൾ എന്തായി മാറി? ഫയറിന്റെ ഒപ്പം മിസ് ആഡ് ചെയ്തപ്പോൾ മിസ് ഫയർ, അതായത് മിസ് ഫയർ എന്നായി മാറും. അതേപോലെ തന്നെ റീഗെയിൻ, റീ എന്ന് പറഞ്ഞാൽ എഗെയിൻ, വീണ്ടും. അപ്പോൾ ഗെയിനിന്റെ ഒപ്പം നമ്മൾ എന്തായി ഒരു റീ ആഡ് ചെയ്തപ്പോൾ റീഗെയിൻ. ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേടി, റീഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നേടി എന്ന അർത്ഥത്തിലേക്കാണ്. പിന്നെ സബ് എന്ന് പറയുന്നത്
എന്താ അണ്ടർ താഴെ എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഡിനേറ്റ്, അല്ലെങ്കിൽ നമ്മൾ വലിയ ഓഫീസർ വലിയ രീതിയിലുള്ള ആൾക്കാരല്ലോ ഓർഡിനേറ്റുകൾ എന്ന് പറയാം. അവരുടെ അടിയിൽ വരുന്നതാണ് സബോർഡിനേറ്റ്സ്. വലിയ വലിയ ആൾക്കാരുടെ അടിയിൽ വരുന്നത് സബോർഡിനേറ്റ്. അപ്പോൾ ഓർഡിനേറ്റിന്റെ ഒപ്പം നമ്മൾ സബ് ആഡ് ചെയ്തപ്പോൾ സബോർഡിനേറ്റ്സ് ആയി മാറും. അതുപോലെ മറൈൻ, മറൈൻ എന്ന് പറഞ്ഞാൽ എന്താ, മറൈൻ ആയിട്ടുള്ളത് സീ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണല്ലോ മറൈൻ. അതിനൊപ്പം നമ്മൾ സബ് ആഡ് ചെയ്തപ്പോൾ സബ്മറൈൻ, ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന യന്ത്രം, സബ്മറൈൻ എന്ന രീതിയിലേക്ക് വരും. മിഡ്, മിഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിഡിൽ, മിഡിൽ വേർഡ്, മിഡിൽ എന്ന അർത്ഥമാണ്. മിഡ് ഡേ എന്ന രീതിക്ക് വെക്കാവുന്നതാണ്. ഒരു ഡേന്റെ ഒരു നടു, എന്താ പറയാ, ഒരു മിഡിലിൽ വരുന്ന ഡേ കഴിഞ്ഞ് ഡേന്റെ മിഡിലിൽ വരുന്നതാണല്ലോ മിഡ് ഡേ എന്ന രീതിയിലേക്ക് കൊടുക്കാൻ പറ്റും. ഇനി വരുന്നത് ഫോർ. ഫോർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുന്നേ നടന്നത് അല്ലെങ്കിൽ ബിഫോർ നടന്നതാണ് ഫോർ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈറ്റ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച. ഫോർ സൈറ്റ് എന്ന് പറഞ്ഞാലോ മുന്നത്തെ കാഴ്ച, അതിനെ കുറിച്ച് ഫോർ സൈറ്റ് മുന്നിലുള്ള കാഴ്ച എന്ന രീതിയിലേക്ക് ഉൾക്കാഴ്ച, അങ്ങനത്തെ ഒരു അർത്ഥമാണ് വരുന്നത് ഫോർ സൈറ്റ്. ഇനി ഡി, ഡി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഇപ്പോൾ അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഉള്ളൊരു അഡിക്റ്റ് ആയി പോവാ. അപ്പൊ ഡി അഡിക്ഷൻ ആണെങ്കിലോ ഡി അഡിക്റ്റ്. അപ്പൊ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ്, ആ രീതിയിലൊക്കെ പറയുമ്പോൾ ഡി അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ അഡിക്റ്റഡ് അല്ല, അഡിക്റ്റഡ് മാറി. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് എന്ന രീതി. മറ്റേതുപോലെ നെഗറ്റീവ് കൊണോട്ടേഷൻ അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ അണ്, ഡിസ്, ഇൻ, ഇൻ, ഇൽ, എന്നൊക്കെ പറഞ്ഞത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നമ്മൾ ടി എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് കൊണോട്ടേഷൻ അല്ല, ബട്ട് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ ഡി ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മൾ ഡി ആക്ടിവേറ്റ്, ഒരു സാധനം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, ഒരു യന്ത്രം, ഒരു മെഷീൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ടിവേറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡി ആക്ടിവേറ്റ് എന്ന് പറയും. ഇന്റർ, ഇന്റർ സ്വാഭാവികമായിട്ടും ഇന്റർ ബിറ്റ്വീൻ എന്നുള്ള അർത്ഥമാണ് വരിക. ഇന്ററാക്ട്, അതായത് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, അങ്ങനെ. ഇന്ററാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടൊരു സെഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ററാക്ട് ചെയ്യുക, ബാക്കി എല്ലാവരുടെ ബിറ്റ്വീനിൽ നമ്മളെല്ലാവരും എങ്ങനെ എല്ലാവരും സംസാരിക്കുക, ആക്ട് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക, എല്ലാവരും കൂടി നിൽക്കുക, അതൊക്കെയാണ് ഇന്ററാക്ട് എന്ന് വരുന്നത്. ഇതൊക്കെയാണ് സം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ്. പ്രിഫിക്സ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുക ഒരു വേർഡ് നെഗറ്റീവ് മീനിങ്ങിലാക്കാനായിട്ട് കൂടുതൽ കാണും. അപ്പോൾ നമുക്കിനി സഫിക്സ് നോക്കാം. സഫിക്സിൽ ഇപ്പോൾ വരുന്നത് ക്ലൗഡി. ഇതില് ക്ലൗഡ് എന്ന് പറയുന്ന വേർഡാണ് എന്തായിട്ട് വരിക, റൂട്ട് വേർഡ് അല്ലെങ്കിൽ മെയിൻ വേർഡായിട്ട് വരിക. അപ്പൊ ഈ വൈ ആണ് ഇതിന്റെ സഫിക്സ്. ക്ലൗഡ്, ഒരു ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നീക്കം. ക്ലൗഡി എന്ന് പറഞ്ഞാലോ ക്ലൗഡി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു വെതർ, ഒരു കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന ക്ലൗഡി. സ്വാഭാവികമായിട്ടും ഇതിൽ പറഞ്ഞാൽ ഒരു വേർഡ് നെഗറ്റീവ് ആക്കിയോ അല്ലെങ്കിൽ ഒരു വേർഡിന്റെ അർത്ഥം മാറ്റുമോ സഫിക്സിൽ അധികം സംഭവിക്കാറില്ല. ബട്ട് ഒരു വേർഡിനെ കൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് സഫിക്സ് നമ്മൾ ആഡ് ചെയ്യുക, യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ അടുത്ത വേർഡ് മാനേജബിൾ. ഇതിൽ മാനേജ് എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുന്നത്, എബിൾ ആകുമ്പോൾ മാനേജബിൾ. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഇറ്റ് ഈസ് ഐ ക്യാൻ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് മാനേജബിൾ എന്ന് പറഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് എന്ന്. ഇപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ നൗൺസ് വെച്ച് നോക്കുമ്പോൾ ടീച്ച്, ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. അപ്പോൾ ടീച്ചർ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് ടീച്ചർ, ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ടീച്ചർ ഒരു ഇ ആർ ആഡ് ചെയ്തപ്പോൾ ടീച്ചർ എന്തായി, ടീച്ചറായി മാറി. ഫൗണ്ടേഷൻ, സക്സസ്, ഇതൊക്കെ ഒരു റൂട്ട് വേർഡിന്റെ ഒരു സഫിക്സ് ഉണ്ട്. സക്സസ് ആണ്, സക്സസ് എന്നുള്ളത് റൂട്ട് വേർഡാണ്. സക്സസ്ഫുൾ ആവുമ്പോൾ അതൊരു സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ വേർഡായി. കെയർലെസ്, ക്വിക്ലി, മൂവ്മെന്റ്, ഹാപ്പിനെസ്, കാറ്റ്സ്. കാറ്റ്സിൽ വരുമ്പോൾ എന്താ, കാറ്റ് ആണ് റൂട്ട്. എസ് എന്നുള്ള സഫിക്സ് ആഡ് ചെയ്തതിനു ശേഷം അതെന്തായി പ്ലൂറലാക്കി, അതായത് കാറ്റ്, കാറ്റ്സ്, കാറ്റ്, കാറ്റ്സ്. ഫേമസ്, ഫേമസ് എന്ന് പറഞ്ഞ പോലെ ഫെയിം പ്ലസ് OUS, ഫെയിം. ഫെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശസ്തി. അപ്പോൾ ഫെയിം എന്ന് പറഞ്ഞാൽ പ്രശസ്തി, ഫേമസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തി ആയവര്
പ്രശസ്തമായി അറിയപ്പെടുന്ന ഒരു സംഭവം, ഒരു വ്യക്തി, എന്തോ ഫേമസ്. ഫ്രണ്ട്ഷിപ്പ്, കൺഫെഷൻ, പ്ലേഫുൾ, കൈൻഡ്നസ്, ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് വരുന്ന സഫിക്സിൽ വരുന്ന എക്സാമ്പിൾസ്. ഇനി കോമൺ സഫിക്സസ്. സഫിക്സിൽ നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചില സഫിക്സുകളെ പരിചയപ്പെടാം. അതിലൊന്നാണ് എസി. അസി, അതായത് ഒരു സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒക്കെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവമാണ് എസി അല്ലെങ്കിൽ പറയുന്നത്. എക്സാമ്പിളാണ് ആക്യുറസി അല്ലെങ്കിൽ സുപ്രീമസി. ഇതൊക്കെ പറഞ്ഞാൽ ആക്യുറസി, ആക്യുറേറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഒരു കംപ്ലീറ്റ്ലി ക്ലീൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ആക്യുറസി എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ക്വാളിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സുപ്രീമസി, സുപ്രീമസി ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ പറയാം. സുപ്രീം ഭയങ്കര വലുത്, എന്താ പറയാ, സുപ്രീം ആയിട്ടുള്ള സംഭവം. സുപ്രീമസി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി തന്നെയാണ്. അൽ, ഒരു ആക്ഷൻ, അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ട്രയൽ വരുന്നത്. പിന്നെ ആസ് അല്ലെങ്കിൽ എൻസ്, അതും ഒരു സ്റ്റേറ്റ് ഓർ ക്വാളിറ്റിയെ സൂചിപ്പിക്കും. അതായത് ആംബിയൻസ് എന്നൊക്കെ പോലെ. ഇസം, ഇസം എന്ന് പറയുന്നത് സ്വാഭാവിക ഇസം അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം. അതാണ് ഹിന്ദുയിസം, ബുദ്ധിസം. ഇതിൽ ഹിന്ദു എന്ന് പറഞ്ഞതാണ് റൂട്ട് വരും. അത് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഹിന്ദു ഐഡിയോളജി ബിലീവ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ അതിന്റെ ഒരു ഇസം നമ്മൾ പറയുമ്പോൾ ഹിന്ദുയിസമായി മാറി അതൊരു ബിലീഫായിട്ട് മാറി. മെന്റ്, കണ്ടീഷൻ, അതായത് മെന്റ് വരുന്ന കണ്ടീഷൻ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്, മൂവ്മെന്റ്, ഇതൊക്കെയാണ് മെന്റ് എന്ന സഫിക്സ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിഫിക്സ് ആയിരുന്നു. പ്രിഫിക്സ് എന്ന് പറയുന്നത് റൂട്ട് വേർഡിന്റെ മുന്നേ ആഡ് ചെയ്യുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞാലോ റൂട്ട് വേർഡിന് ശേഷം. നെസ്, അതായത് ഹാപ്പിനെസ്, സാഡ്നെസ് ഒക്കെ ഒരു സ്റ്റേറ്റ്, ഒരു എന്താ പറയാ, നെസ് വരുന്നത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വെക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന രീതിയിലാക്കാം. അപ്പൊ ഹാപ്പിനെസ്, ഹാപ്പിന്റെ ഒപ്പം നെസ് ആടുമ്പോൾ ഹാപ്പിനെസ് ആയി. ഐ ആം ഹാപ്പി അല്ലെങ്കിൽ എന്ന് പറയുന്നതും എന്താ, ഹാപ്പിനെസ് ഈസ് ദ കീ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് സെന്റൻസ് ആയിട്ട്. പിന്നെ സാഡ്നെസ്, കൈൻഡ്നെസ്, കൈൻഡ് പറഞ്ഞാൽ ഐ ആം വെരി കൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ദയാലുവാണ്. കൈൻഡ്നെസ് ഈസ് കൈൻഡ്നെസ് ഈസ് ആൻ ആക്ട് ഓഫ് എ ഗുഡ് ഹാർട്ട് എന്ന് പറയാം. അപ്പോൾ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയത്തിൻ്റെ. അപ്പോൾ അത് ക്വാളിറ്റിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ സെയിം പ്രൊനൗൺസിയേഷൻ. അത് ഒരു സ്റ്റേറ്റിനെ പുറത്താക്കുന്നു, ഒരു പൊസിഷൻ, ക്വാളിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള. ഇനി ഇതേപോലെ തന്നെ കുറച്ച് സഫിക്സസ് ആണ്. എൻ, ബിക്കം, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ആയി അല്ലെങ്കിൽ ബിക്കം ചെയ്തു എന്നൊക്കെ അർത്ഥം. അതിൽ വരും സ്ട്രെങ്തൻ, സോഫ്റ്റൻ. ഈ വക ഒന്നും വരികയല്ല. സഫിക്സ് പ്രിഫിക്സ് ഒരുപാട് ചെയ്തതിന് ശേഷമാണ്, ഒരുപാട് വേർഡ്സ് കണ്ടതിന് ശേഷം ഐഡിയ ഫൈ അല്ലെങ്കിൽ ഫൈ, മേക്ക്, അതായത് ചെയ്യാം. അതിൽ വരുന്നതാണ് ബ്യൂട്ടിഫൈ, സിംപ്ലിഫൈ, സംഭവം കൂടെ ക്വാളിറ്റി ആക്കുക, ഒരു സംഭവം ഉണ്ടാക്കുക, ചെയ്യുക. ബ്യൂട്ടിഫൈ, ബ്യൂട്ടി എന്ന് പറയുന്നത് സൗന്ദര്യം. ബ്യൂട്ടിഫൈ, ഫൈൻ ആഡ് നമ്മൾ ബ്യൂട്ടിഫൈ നോക്കുമ്പോൾ ഒരു സംഭവത്തെ ബ്യൂട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് നമ്മൾ നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ബ്യൂട്ടിഫൈ ചെയ്യുക. പിന്നെ സിംപ്ലിഫൈ, സിംപ്ലിഫൈ ചെയ്യുക. അതേപോലെ തന്നെ സിമ്പിളായിട്ട് എന്താ ഒരു സിംപ്ലിഫൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സിമ്പിൾ ആക്കുന്നത് സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ ഏബിൾ, ഏബിൾ, ഇതൊക്കെ ക്യാപ്പബിൾ ആയിട്ടുള്ളത്. ഓഡിബിൾ, എനേബിൾ, ലവബിൾ എന്നൊക്കെ അർത്ഥം.
ഇത് ഇയസ് ഓർ എസ് എന്ന് പറയുന്നത് ക്യാരക്ടറൈസ്ഡ് ബൈ, ജെലസ്, നമ്മളിപ്പോൾ ഫേമസ്, ജെലസ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ പറയുമ്പോൾ ഒരു ക്യാരക്ടർ, ഒരു ക്വാളിറ്റി എന്ന രീതിയിൽ ഒരു ഇഷ് ക്വാളിറ്റി, ചൈൽഡിഷ്, സ്നോഗിഷ്, സ്ലോഗിഷ്, ഇങ്ങനെയൊക്കെ ഓരോ വേർഡ്സ് ഉണ്ടല്ലോ. അതൊക്കെ ഒരു ഇഷ് എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി നമ്മുടെ ഒരു ഹ്യൂമൻ ക്വാളിറ്റി പറയാം. ഈ നേച്ചർ, ഇൻഫോർമേറ്റീവ്, ലെസ്, വിത്തൗട്ട്. വിത്തൗട്ട്, ലെസ് എപ്പോഴും ലെസ് എന്ന് പറയുന്നത് പറയുന്നത് വിത്തൗട്ട്, മീനിങ്ലെസ് എന്ന് പറയാം. പിന്നെ ലൈക്ക്, ക്വാളിറ്റി, സോഫ്റ്റ്ലി, ക്വയറ്റ്ലി. നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രിഫിക്സിലൊന്നാണ്, സഫിക്സിലൊന്നാണ് ലൈൻ. ബട്ടൊക്കെ മോസ്റ്റ്ലി നമ്മൾ അത് അഡ്ജക്റ്റീവ്സിലാണ്, ആഡ്വേർബ്സിലാണ് കാണപ്പെടുക. ഷീ റാൻ ക്വിക്ലി, അല്ലെങ്കിൽ പാസ് ക്വിക്ലി, സോഫ്റ്റ്ലി, കൈൻഡ്ലി, അങ്ങനെ കുറേ വേർഡ്സ്. പിന്നെ വാർഡ് എന്ന് പറയുമ്പോൾ ഡയറക്ഷനെ സൂചിപ്പിക്കും. ടുവേർഡ്സ്, അപ്വേർഡ്സ്, ഡൗൺവേർഡ്സ്, ഈസ്റ്റ്വേർഡ്സ്, വെസ്റ്റ്വേർഡ്സ്, ഇതൊക്കെ ഒരു ഡയറക്ഷൻ എന്ന രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് എ ഗൺ ഇൻ യുവർ ഹൗസ്. അതായത് ഒരുപാട് കൺട്രീസിൽ എന്താ ഇറ്റ് ഈസ് എന്താ ഗൺ എന്താ ഗൺ കീപ്പ് ചെയ്യല് ലീഗലാണോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പറഞ്ഞ. അപ്പോൾ നോക്കാം ഏതായിരിക്കും ഉത്തരം. ഓപ്ഷൻ എ അൺലീഗലാണോ, ഡിസ്ലീഗലാണോ, ഇൻലീഗലാണോ, ഇല്ലീഗലാണോ വരാം. അതായത് എല്ലാം ഒരർത്ഥം നോട്ട് അല്ലെങ്കിൽ അല്ല എന്നുള്ള അർത്ഥം. അപ്പൊ ലീഗലിന്റെ മുന്നിൽ വരുന്നത് എപ്പോഴും ഇല്ലീഗലായിരിക്കും. ലീഗൽ, ഇല്ലീഗൽ. ലീഗലിന്റെ ഓപ്പോസിറ്റ് കൂടിയാണ് ഇല്ലീഗൽ. അപ്പൊ നമ്മൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞ ഇൽ എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് ലീഗലിനെ ഇല്ലീഗലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, which word can be used to form the opposite of the word gratitude? ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്നതിൽ ഏത് പ്രിഫിക്സ് ആണ് ഉള്ളത്, ഏത് പ്രിഫിക്സ് ആഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അൺഗ്രാറ്റിറ്റ്യൂഡ് ആണോ, മിസ്ഗ്രാറ്റിറ്റ്യൂഡ് ആണോ, ഡിസ്ഗ്രാറ്റിറ്റ്യൂഡ് ഓർ ഇൻഗ്രാറ്റിറ്റ്യൂഡ്? ആൻസർ ഈസ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ടു ഗെറ്റ് മോർ ഫെമിലിയർ വിത്ത് ഓൾ ദീസ് പ്രിഫിക്സസ് നമ്മൾ പ്രിയ വേർഡ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ ആയിരിക്കും. The prefix homo means the same, different, simple, none of this. Homo എന്ന് പറഞ്ഞാൽ എന്ന പ്രിഫിക്സിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഈസ് ദ സെയിം. ഹോമോ, നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ പറയാലോ. ഹോമോസാപ്പിയൻസ് പറഞ്ഞാൽ സെയിം ഹോമോ. പിന്നെ ഹോമോഫോൺസ് എന്ന് പറയും. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ സെയിം വേർഡ്സ്, അങ്ങനെ എന്താ സെയിം പ്രൊനൗൺസിയേഷൻ ഉള്ള വേർഡ്സ്. ഹോമോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ സാപ്പിയൻ, ഹോമോ സെയിം ആയിട്ടുള്ള സാപ്പിയൻസ്. ആ രീതിയിലാണ് ദ സെയിം. ഹോമോ എന്ന് പറഞ്ഞാൽ ദ സെയിം. The prefix to get the opposite of the word able. Able എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് കിട്ടാനുള്ള പ്രിഫിക്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ആണ് അണേബിൾ. ഇതേ സമയം നമ്മൾ ഏബിളിന് പകരം എബിലിറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ ആൻസർ ഇനബിലിറ്റി ആയിരിക്കും. ഏബിൾ ആണെങ്കിൽ അണേബിൾ, അബിലിറ്റി ആണെങ്കിൽ ഇനബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, the prefix to get the opposite meaning of the word grace. ഗ്രേസിന്റെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആൻസർ ഈസ് ഡിസ്ഗ്രേസ്. ഡിസ്ഗ്രേസ്. അൺഗ്രേസ് എന്ന് പറഞ്ഞതോ മിസ്ഗ്രേസ്, ഇൻഗ്രേസ് എന്ന് പറഞ്ഞ വാക്കുകളില്ല. അപ്പോൾ ആൻസർ ഈസ് ഡിസ്ഗ്രേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the prefix anti means, സ്വാഭാവികമായിട്ട് നമ്മൾ ആൻറ്റി എന്നൊക്കെ അലയ്ക്കുക ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റിവൈറസ്. സ്വാഭാവികമായിട്ട് എന്താണ് അതിന്റെ അർത്ഥം? അഗെയിൻസ്റ്റ്, ഇൻ ഫേവർ ഓഫ്, മെനി, ആഫ്റ്റർ. എന്തായാലും നമുക്ക് റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ഇൻ ഫേവർ ഓഫ് അല്ല, അങ്ങനെ ആന്റിബയോട്ടിക് ഒരിക്കലും ബയോട്ടിക്സ് മറ്റേ ബാക്ടീരിയാസിന് ഫേവറബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ട് എന്റെ ആൻസർ അഗെയിൻസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ സഫിക്സ് നോക്കാണ്. യൂസ് ദ
ഇനി സഫിക്സിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ സഫിക്സിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്, ചില വേർഡ്സിന് സഫിക്സും പ്രിഫിക്സും അറ്റ് ദ സെയിം ടൈം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്നാണ് ഇത്. യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഓൺ ദ വേർഡ് ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞ വേർഡ്സിന്റെ മുന്നും ശേഷം ഒരു വേർഡ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനത്തെ വേർഡാണ് കിട്ടുക? അൺഫോർഗെറ്റബിൾ ആണോ, അൺഫോർഗെറ്റിംഗ് ആണോ, ഈസ് ഫോർഗെറ്റിംഗ് ആണോ, മിസ്ഫോർഗെറ്റബിൾ ആണോ? നമുക്ക് ഇതിന് നോക്കാം, ആൻസർ നോക്കാം. അൺഫോർഗെറ്റബിൾ ആണ് നമ്മുടെ ആൻസർ. അതായത് അൺ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ അണ്ണാണ് നമ്മുടെ പ്രിഫിക്സ്, ഏബിൾ ആണ് നമ്മുടെ സഫിക്സ്, ഈ കാണുന്ന ഫോർഗെറ്റ് ആണ് റൂട്ട് വേർഡ്. ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടെത്താം. ഇനി ഒരു പ്രിഫിക്സിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ദ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ടേക്കൻ പാർട്ട് ഇൻ എ ഡാഷ് ഡെമോക്രസി ഡെമോൺസ്ട്രേഷൻ ഫോർ, ബൈ, ഓഫ്, പ്രോ. The answer is pro democracy. ഓക്കെ, ഇത്രയൊക്കെ തന്നെയുള്ള പ്രിഫിക്സിലും സഫിക്സിലും നമുക്ക് പറയാനുള്ളത്. അതായത് ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് വേർഡിന് മുന്നേ ആഡ് ചെയ്യുന്ന വേർഡ്. അതായത് വേർഡ് ഫോർമേഷൻ ആണ്. വേർഡ് ഫോർമേഷൻ ഒരു വേർഡ് ഉണ്ടാക്കുമ്പോൾ ഒരു റൂട്ട് വേർഡിന്റെ മുന്നിൽ ആഡ് ചെയ്യുന്ന വേർഡാണ് പ്രിഫിക്സും ശേഷം ആഡ് ചെയ്യുന്ന വേർഡാണ് സഫിക്സ്. ഈ മുന്നേ ആഡ് ചെയ്യുന്ന വേർഡിലാണ് അധികം വേർഡ് മീനിങ്സ് ചേഞ്ച് ആയി വരിക. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ലീഗൽ, ഇല്ലീഗൽ, ഏബിൾ, അൺഏബിൾ, നമ്മൾ എന്തായാലും ഓപ്പോസിറ്റ് വേർഡായിട്ട് മാറും, ചിലപ്പോൾ മാറാം. അറ്റ് ദ സെയിം ടൈം സഫിക്സിൽ നമ്മൾ വേർഡ് ക്ലാസ് ആണ് ചേഞ്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ക്വിക്ക്, ക്വിക്കിന്റെ ഒപ്പം ലീ ആഡ് ചെയ്തപ്പോൾ ക്വിക്ക്ലി അതൊരു ആഡ്വേർബ് ആയി മാറി. അതായത് ഷീ റാൻ ക്വിക്ക്ലി എന്ന് പറയുന്ന പോലെ ആഡ്വേർബ് ആക്കി മാറ്റാം. അങ്ങനെ നമുക്ക് സഫിക്സിൽ മീനിങ്സ് അല്ല, ഒരു വേർഡിന്റെ ക്ലാസ്, വെർബ്, നൗണ്, പ്രോനൗണ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ് ഇങ്ങനെയുള്ള ക്ലാസ് ആണ് ചേഞ്ച് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രിഫിക്സിൽ എങ്ങനെയാണ് കിട്ടുക? നമ്മുടെ വേർഡ്സിന്റെ മീനിങ്സ് ആണ് ചേഞ്ച് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ സഫിക്സും പ്രിഫിക്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഫോർമേഷൻ. ഇനി നമുക്ക് കോമ്പൗണ്ട് വേർഡ്സും കൂടെ നോക്കാം. Compound words are when two or more words combine to form a new single word or a phrase that acts like a single word. അതായത് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ അല്ല രണ്ടിലേറെയോ വേർഡ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരൊറ്റ സിംഗിൾ വേർഡായിട്ട് ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഒരു ഫ്രേസോ ആവട്ടെ. ഫ്രേസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ദാറ്റ് ഡസന്റ് മേക്ക് എ കംപ്ലീറ്റ് സെന്റൻസ്. കംപ്ലീറ്റ് സെന്റൻസ് ആവാത്ത വേർഡ്സിനാണ് ഫ്രേസ് എന്ന് പറയാം. അപ്പോൾ രണ്ടിലേറെയോ വേർഡ്സ് കൂടി ചേർന്നിട്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു വേർഡോ ഒരു ഫ്രേസോ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന പുതിയ വേർഡ്സ്, വേർഡ് ഫോർമേഷൻ പുതിയ വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ സ്മാർട്ട് എന്ന് പറയുന്നതും ഫോൺ എന്ന് പറയുന്നതും രണ്ട് വേർഡ്സ് അല്ലേ? അപ്പൊ സ്മാർട്ട് പ്ലസ് ഫോൺ എന്തായി? സ്മാർട്ട് ഫോൺ ആയി. ടൂത്ത് ബ്രഷ്, ടൂത്ത് എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ബ്രഷ് എന്ന് പറയുന്നത് വേറൊരു വേർഡാണ്. അപ്പോൾ ഇത് രണ്ടും പാടെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ടൂത്ത് ബ്രഷ് കിട്ടി. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, റോൾ മോഡൽ, റിബ് കേക്ക് എക്സെട്ര. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ there are three types of compound words ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, സെക്കൻഡ് വൺ ആണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ആൻഡ് തേർഡ് വൺ ഈസ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് നോക്കാം. ഓപ്പൺ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് നോക്കണം. ഐസ്ക്രീം, സെൽഫോൺ, ക്ലോസ് കോൾ, ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള ഓരോ വേർഡ്സ് നോക്കുമ്പോൾ we can see that there is a gap between, right? ഇതിന്റെ നടുവിലായിട്ട് ഈ ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ, അപ്പോൾ നമ്മൾ രണ്ട് വേർഡ് കൂട്ടിച്ചേർത്തപ്പോൾ ഐസ്ക്രീം കൂട്ടിച്ചേർത്തപ്പോൾ സ്പേസ് ഇട്ട്, അതുകൊണ്ടാണ് അതിന് ഓപ്പൺ. അതെന്താണ് സംഭവം? ഓപ്പൺ ആണ്. ആ സ്പേസ് ഇവിടെ ഓപ്പൺ ആയ ഒരു ഇതാണ്. ഐസും ക്രീമും കൂട്ടിച്ചേർത്തപ്പോൾ ഈ ഒരു സ്പേസ് ഇട്ടാണ്. അപ്പൊ നമ്മള്
ഐസും ക്രീമും കൂടി ചേർന്നപ്പോൾ നമുക്ക് ഐസ്ക്രീം കിട്ടി. ഒരു കോമ്പൗണ്ട് വേർഡ് ആയില്ലേ. ഇനി സെല്ലും ഫോണും ചേർന്നപ്പോൾ സെൽഫോൺ ആയി. ക്ലോസും കോളും ആയപ്പോൾ ക്ലോസ് കോൾ, ഹാർട്ട് അറ്റാക്ക്, ഹൈസ്കൂൾ, പോസ്റ്റ് ഓഫീസ്. ഇതെല്ലാം ആരാണ്? കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ബട്ട് ഇവിടെ നടുവ് ഒരു സ്പേസ് ഉള്ളതിനാൽ ഇവരൊക്കെ എന്തായി മാറി? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആയി. ഇനി നമുക്ക് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് വേർഡ്സ് ആണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. അതിൽ എന്താണ്? ആ സ്പേസ് ഇല്ല. രണ്ട് വേർഡ് അവിടെ ആഡ് ചെയ്തപ്പോൾ നടുവിൽ നമ്മൾ സ്പേസ് ആയിട്ട് ഒഴിവാക്കി കളഞ്ഞു. അപ്പൊ എന്തായി മാറും? ക്ലോസ്ഡ് കോമ്പൗണ്ട്. എനിബഡി, ബാക്ക്ഗ്രൗണ്ട്, ബേഫുട്ട്, കനോട്ട്. കനോട്ട് ഒക്കെ നമ്മൾ മെയിൻ കേൾക്കുന്ന വേർഡാണ് ക്യാൻ പ്ലസ് നോട്ട്, കനോട്ട്. ഇത് ക്യാൻ ഒരു വേർഡാണ്, നോട്ട് ഒരു വേർഡാണ്. രണ്ട് വേർഡും കൂടെ ആഡ് ചെയ്തപ്പോൾ പുതിയൊരു വേർഡ് ഉണ്ടായി, കനോട്ട്. ഫയർ ഫ്ലൈ. ഫയർ എന്ന് പറയുന്നത് തീ, ഫ്ലൈ എന്ന് പറയുന്നത് ഫ്ലൈ, ഈച്ച. അപ്പൊ ഫയർ ഫ്ലൈ പിടിച്ചാൽ നമുക്ക് ഒരു മിന്നാമിനി ഒരു ഫയർ ഫ്ലൈനെ കിട്ടി. പിന്നെ ഫോർ എവർ, ഫോർ പ്ലസ് എവർ, ഫോർ എവർ. ഇതാണ് എന്ത്? ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. കോമ്പൗണ്ട് വേർഡ്സ് ആണോ? ആണ്. അതിനകത്ത് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് എന്തായി മാറി? ക്ലോസ്ഡ് ആയി. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. അതിൽ വരിക ഈ സ്പേസിൽ ഒരു ഹൈഫൻ കൊടുക്കും. അപ്പോൾ ചെക്ക് ഇൻ, ഫാർ ഫെസ്റ്റ്, ഫാർ ഹൈഫൻ ഫെസ്റ്റ്, സൺ ഇൻ ലോ. അവിടെ ടു ഓർ മോർ പറഞ്ഞപ്പോൾ ടു ഓർ മോർ മൂന്ന് വേർഡ്സ് ആയിരുന്നു. സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. ഇവരൊക്കെ എന്താണ്? നമ്മുടെ ആരെയും ഒരു ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സിലാണ് വരിക. അപ്പൊ ലോങ് ഡിസ്റ്റൻസ്, വൺ സൈഡഡ്, ടോപ്പ് സീറ്റർവി, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് പഠിച്ച്: ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഇതിൽ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സിലാണ് ആ സ്പേസ്. ടു വേർഡ്സ്, ടു ഓർ മോർ വേർഡ്സ് ജോയിൻ ടുഗെദർ ചെയ്തിട്ട് ആ ഒരു സ്പേസ് വരുമ്പോഴാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആവുക. അറ്റ് ദ സെയിം ടൈം ടു ഓർ മോർ വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു സ്പേസ് ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. ടു ഓർ മോർ വേർഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിൽ ഹൈഫൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. ഇതിലെ കോമ്പൗണ്ട് വേർഡ് ഫൈൻഡ് ചെയ്യാം. ഇത് നോക്കാം. ആദ്യം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്: റെയിൻബോ, യെസ്റ്റർഡേ, ബ്യൂട്ടിഫുൾ, സി. ഇത് നമുക്ക് സി ആദ്യം തന്നെ ക്ലോസ് ഔട്ട് ചെയ്യാം. കാരണം എന്താ? സി ഇസ് എ സിംഗിൾ വേർഡ്, റൈറ്റ്? There is not നമുക്ക് രണ്ട് വേർഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ഇപ്പൊ ഇതിൽ ബ്യൂട്ടി പ്ലസ് ഫുൾ അല്ലെ? ബ്യൂട്ടി പ്ലസ് ഫുൾ. ശരി. അപ്പൊ നമ്മൾ ശരിക്കും എന്തായി? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോമ്പൗണ്ട് വേർഡ് അല്ല, ബട്ട് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച സഫിക്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഫുൾ എന്ന് പറഞ്ഞ ഈ വേർഡിന് ഇറ്റ് ഹാസ് നോ മീനിങ്, മീനിങ് ഇല്ലല്ലോ. അതായത് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല മീനിങ് ഒക്കെ ഉള്ള രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്യുമ്പോൾ സഫിക്സിന് അവിടെ മീനിങ് ഇല്ല, പ്രിഫിക്സ് മീനിങ് ഇല്ല. അതായത് ഒറ്റയ്ക്ക് അവർ നിൽക്കാൻ കഴിയുന്ന വേർഡ്സ് അല്ല. നമ്മൾ അതിന് വേർഡിനെ ഒന്ന് ചൊർക്ക് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളൊരു പുതിയ വേർഡ് ആഡ് ചെയ്യുക, ഒരു പുതിയ ചെറിയ ചെറിയ രണ്ട് അക്ഷരം ആഡ് ചെയ്യലാണ് സഫിക്സും പ്രിഫിക്സും അഡീഷൻ എന്ന് പറയുന്നത്. പക്ഷെ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ് ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന രണ്ട് വേർഡ്സിനെയോ അല്ലെങ്കിൽ ഒരു വേർഡും ഒരു ഫ്രേസുമോ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയാ? നമ്മള് ഇങ്ങനെ പറയാം, കോമ്പൗണ്ട് വേർഡ്സ്. ഇപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞപ്പോൾ സൺ ഇൻ ലോ എന്നാൽ ഇൻ ലോ എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. എന്നാൽ സൺ എന്ന് പറയുന്നതോ മകൻ അല്ലേ? അപ്പോൾ സൺ ഇൻ ലോ എന്ന് പറയുമ്പോൾ സൺ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കോമ്പൗണ്ട് വേർഡ്സ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരു ഫ്രേസും ഒരു ഇതും. ഇൻലോക്ക് ഒരു അർത്ഥമുണ്ട്. ഇൻലോ, അതായത് ഇൻലോ എന്ന് പറയുമ്പോൾ ഇൻലോസ് എന്ന് പറയും. നമ്മളിപ്പോ ഇവിടെ കല്യാണം കഴിഞ്ഞ വീട്ടിലെല്ലാവർക്കും ഇൻലോസ് എന്ന് പറയാം. അതൊരു ഫ്രേസാണ്. ബട്ട് സൺ എന്ന് പറഞ്ഞ മകനാണ്. സോ ഒരു വേർഡോ ഒരു ഫ്രേസോ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു വേർഡോ ഒരു ഫ്രേസോ അല്ലെങ്കിൽ രണ്ട് വേർഡ്സോ കൂടി ചേർന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ്. ബ്യൂട്ടിഫുൾ ഒരു മീനിങ് ഇല്ലാത്തതുകൊണ്ട് ബ്യൂട്ടി പ്ലസ് ഫുൾ. ബ്യൂട്ടിക്ക് മീനിങ് ഉണ്ട്, ഫുള്ളിന് അങ്ങനെ ഒരു മീനിങ് ഇല്ലാത്ത അതും ക്ലോസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ യെസ്റ്റർഡേ, യെസ്റ്റർ എന്ന് പറഞ്ഞൊരു വാക്കിൽ യെസ്റ്റർഡേ ഇസ് എ സിംഗിൾ വേർഡ്. സോ യെസ്റ്റർഡേ ക്ലോസ് ഔട്ട് ചെയ്യും.
സോ ആൻസർ ഇസ് റെയിൻ. റെയിൻ പ്ലസ് ബോ. റെയിൻ മഴ പ്ലസ് ബോ. ബോ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പെഴുതു അമ്പിന്റെ സോറി അമ്പും വില്ലും പറഞ്ഞ വില്ലാണല്ലോ ബോ എന്ന് പറയുന്നത്. റെയിൻ ബോ ആണ് നമ്മുടെ ആൻസർ. റെയിൻ ബോ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find out the compound word used in the sentence. ഈ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്. My father wears a dash when he goes to office. My father wears a dash when he goes to office. ഇത് നമ്മൾ കോമ്പൗണ്ട് വേർഡ് ആണ് കണ്ടിരിക്കുന്നത്. wears ആണോ goes ആണോ necktie ആണോ ഓഫീസ് ആണോ? ഓബിയസ്ലി the answer is necktie. റിട്ടബ്ലൈസ് എന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. necktie is the answer. Third question. An example of a compound word. ഇതിൽ ഏത് വേർഡാണ് ഒരു കോമ്പൗണ്ട് വേർഡ് ആയിട്ടുള്ളത്? സീരിയസ്നെസ്, ടേബിൾ ക്ലോത്ത്, ഹൊറിസോണ്ടൽ, പാരലൽ. നമുക്ക് ക്രോസ് ഔട്ട് ചെയ്ത് നോക്കാം. പാരലൽ. പാരലൽ നമുക്ക് ഒരു സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നില്ല. ഓക്കെ, പാരലൽ നമ്മൾ എവിടെ പാരലൽ ഇസ് എ സിംഗിൾ വേർഡ്. യു കനോട്ട് സ്പ്ലിറ്റ് ദാറ്റ്. സോ പാരലൽ ചെയ്യാം. ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ട് എന്ന് പറഞ്ഞൊരു വേർഡില്ല. അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞത് ഇസ് എ സിംഗിൾ വേർഡ്, നോട്ട് ടു വേർഡ്സ്. സോ വി കൻ ക്രോസ് ഔട്ട്. Seriousness. Okay, seriousness. Serious plus ness. And why is it not a compound word? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ്നെസ് ഒരു എന്ത് ആഡ് ചെയ്തിട്ടുള്ളതാ? ഒരു സഫിക്സ് സീരിയസ് പ്ലസ് ഒരു സഫിക്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ സീരിയസ്നെസ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് വേർഡ് അല്ല. So the answer is tablecloth. Tablecloth. Table plus cloth. A table. Tablecloth. അപ്പൊ അടുത്ത ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിന്റെ എക്സാമ്പിൾ ആണ് ഒരു ഹോളിഡേ എന്ന് പറഞ്ഞത്? കോംപ്ലക്സ് ആണോ, സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ? കോംപ്ലക്സ് കോമ്പൗണ്ട് ആണോ? ഹോളിഡേ. ഹോളി പ്ലസ് ഡേ. ഹോളി എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ, ഹാപ്പിനെസ് എന്നുള്ളൊരർത്ഥം. പ്ലസ് ഡേ. ഓബിയസ്ലി ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ്. കോംപ്ലക്സ് വേർഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല, ഉണ്ട്, ബട്ട് ദറ്റ് ഈസ് സംതിങ് എൽസ്. സിമ്പിൾ വേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്. കോംപ്ലക്സ് കോമ്പൗണ്ട് ഒക്കെ പോസിബിളി നമ്മൾ സെന്റൻസിലാണ് ഉപയോഗിക്കുക. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് ആർ ദെയർ. ബട്ട് വേർഡ്സിൽ നമ്മൾ അങ്ങനെ സിമ്പിൾ, കോംപ്ലക്സ് കോമ്പൗണ്ട് പറഞ്ഞ വേർഡ്സ് യൂസ് ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ. റീറൈറ്റ് ദ ഫോളോയിങ് വേർഡ്സ് യൂസിങ് കോമ്പൗണ്ട് വേർഡ്. ഒരു കോമ്പൗണ്ട് വേർഡായിട്ട് ഈ പറയുന്ന സെന്റൻസ് എഴുതണം. എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ്. എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ്. ഗേൾ ക്വിക്ക് വിറ്റഡ്. ഗേൾ വിത്ത് ക്വിക്ക് വിറ്റ്. ക്വിക്ക് വിറ്റഡ് ഗേൾ. ക്വിക്ക് വിറ്റ് ഗേൾ. നമ്മൾ അറ്റ് ദ സെയിം ടൈം ഒരു സെന്റൻസ് സ്ട്രക്ചറും കൂടെ നോക്കണം. അപ്പോൾ ഇത് എ ഗേൾ വിത്ത് ക്വിക്ക് വിറ്റ്. എ ഗേൾ ക്വിക്ക്. എ ഗേൾ എന്ന് പറയുന്നത് ഓബിയസ്ലി സബ്ജക്റ്റ് ആണ്. with quick എന്ന് പറയുന്നത് ആ ഗേൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഗേൾ വിശേഷിപ്പിക്കുക. നമ്മൾ അവളെ ക്വാളിഫൈ ചെയ്യുന്ന സമയം ക്വാളിറ്റി കൊടുത്ത് നമ്മുടെ ഭംഗിയാക്കി ആ കുട്ടിനെ പറയാന്ന് എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഗേൾ ക്വിക്ക് വിറ്റഡ് ആണോ, അതോ ഗേൾ വിത്ത് ക്വിക്ക് വിറ്റ്സ് ആണോ, ക്വിക്ക് വിറ്റഡ് ഗേൾ ഓർ ക്വിക്ക് വിറ്റ് ഗേൾ? അപ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ ഗേൾ ക്വിക്ക് വിറ്റഡ് എന്ന് പറയുമ്പോൾ സംതിങ് ലാക്സ് ദിയർ, റൈറ്റ്? ഒരു കുഴപ്പമുള്ള ഗേൾ വിത്ത് ക്വിക്ക് വിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ദാറ്റ് ഈസ് ഓബിയസ്ലി എ സെന്റൻസ് ആയി മാറി. അപ്പോൾ അതല്ല, നമ്മൾ കോമ്പൗണ്ട് വേർഡ് ആയിട്ടാണ് വെക്കാൻ വിചാരിച്ചത്. ക്വിക്ക് വിറ്റ് ഗേൾ. ക്വിക്ക് വിറ്റ് ഗേൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് കറക്റ്റ്. പിന്നെ ഗേൾ ക്വിക്ക് വിറ്റഡ്, അതും നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഗേൾ ക്വിക്ക് വിറ്റഡ്, പെൺകുട്ടിക്ക് എന്താ നല്ല ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അതാണെന്ന് പറയുന്നത്. സെന്റൻസ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓക്കെ. സോ ദ ആൻസർ ഈസ് ക്വിക്ക് വിറ്റഡ് ഗേൾ. ക്വിക്ക് വിറ്റഡ് ഗേൾ. അപ്പോഴാണ് ഈ ഗേളിന്റെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇവിടെ ക്വിക്ക് വിറ്റഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ദ ആൻസർ ഈസ് ക്വിക്ക് വിറ്റഡ് ഗേൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arts college is a or an dash word.
നേരത്തെ ഹോളിഡേ പറഞ്ഞപ്പോൾ ആർട്സ് കോളേജ് എന്ത് വേണം? സിമ്പിൾ ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട്, ആട്രിബ്യൂട്ടീവ്? ഇത് ആട്രിബ്യൂട്ടീവ് വേർഡ്സ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്ജക്റ്റീവ്, ആഡ്, ഇതൊക്കെയാണ് ആട്രിബ്യൂട്ടീവ്സ്. Obviously, this is the question. Very good answers. Next question. Which of the following is not a compound noun? അടുത്ത question നമ്മൾ രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന് not, ഈ not അല്ല a compound noun. ഈ ഫോളോയിങ്ങിൽ ഏത് വേർഡ്സ് ആണ് എന്ത് ഒരു കോമ്പൗണ്ട് നൗൺ ആണ്? ഒരു place, ഒരു name of a place, person, ഡോക്ടർ, എല്ലാം നമുക്ക് nouns ആണ്. അപ്പൊ ഇങ്ങനെയൊന്നും അല്ലാത്ത ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ഓപ്ഷൻ ഒരു നൗൺ കോമ്പൗണ്ട് ആയിട്ടുള്ള നൗൺ ആണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഹോഴ്സ് പവർ. ഉദാഹരിക്കാം ഹോഴ്സ് പവർ എന്ന് ഓബിയസ്ലി ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ HP ഹോഴ്സ് പവർ നമ്മളൊരു യൂണിറ്റ് അല്ലേ, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണല്ലോ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണല്ലോ ഹോഴ്സ് പവർ. അതൊരു യൂണിറ്റ് ആണ്, ഒരു ടേം ആണ്, ഒരു വേർഡ് ആണ്. ഒരു വേർഡ് മീൻസ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നെയിം തന്നെയാണ് ഹോഴ്സ് പവർ. സോ ഇറ്റ്സ് ഓബിയസ്ലി മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ആർട്ട് വർക്ക് മാസ്റ്റർ പീസ്. ഈ ഒരു ആർട്ട് വർക്ക് ഒരു മാസ്റ്റർ പീസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഓബിയസ്ലി നൗൺ. കാരണം നമ്മൾ എന്താണ് മാസ്റ്റർ പീസ്, യു ആർ എ മാസ്റ്റർ പീസ്, നീ ഒരു മാസ്റ്റർ പീസ് ആണ്. ഐ മീൻ ഇറ്റ് ആക്ട്സ് ആസ് ആൻ അതിപ്പോ അത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഓബിയസ്ലി ഒരു നൗൺ ആയിട്ടും ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ജസ്റ്റ് കീപ് ഇറ്റ് ഓക്കെ. ക്യാൻ ബി either a noun or an adjective. ഷൂ മേക്കർ, ഓബിയസ്ലി ഷൂ മേക്കർ എന്താ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾ. ഷൂ മേക്കർ ഇസ് ഓബിയസ്ലി a noun. Now grows exam. Grows exam. സോ നമ്മൾ ഡൗട്ട് വരിക grows exam എന്ന് പറയുമ്പോൾ എന്താ, ഒരു സാധനം ഒരു എക്സാം ചെയ്തു, ഒരു കുട്ടി എക്സാം ചെയ്തു, അതിന്റെ ആൻസേഴ്സ് ആദ്യം എക്സാം ചെയ്തു, വീണ്ടും വീണ്ടും എക്സാം ചെയ്തു, എഗെയിൻ എക്സാമിനിങ് എത്തുകയും ആണ് grows exam. എക്സാം എന്ത് പറഞ്ഞാൽ ഒരു നൗണാണ്. It's a verb. I was she was cross examining the exam papers or the answer sheets എന്നൊക്കെ പറയും. The cross exam is never going to be a noun. So the answer is obviously cross. So that's all for today. Like for compound words, words function prefix suffix add ചെയ്തിട്ട് എങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ നോക്കി. അറ്റ് സെയിം ടൈം കോമ്പൗണ്ട് വേർഡ്സ് രണ്ട് വേർഡ്സ് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു പുതിയ വേർഡ് ഫോം ചെയ്യാന്നുള്ളതും നോക്കി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.